നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരം സംഭവങ്ങൾ ജനകീയ വിഷയങ്ങൾ വലിയ ചർച്ചാ വിഷയം തന്നെയായി മാറുന്നു. മലപ്പുറത്ത് നിലമ്പൂരിൽ ഈ വിദ്യാർത്ഥി മരിച്ച ആ സംഭവ സ്ഥലത്തേക്ക് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം വരികയും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് സർക്കാരാണ് ഉത്തരവാദികളെന്ന് നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് സ്ഥിരം സംഭവമാണെന്നും എന്നാൽ യാതൊരു നടപടിയില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ വാക്കിലേക്ക്. സംബന്ധിച്ചിടത്തോളം ഇവിടെ മാംസക്കച്ചവടക്കാർ അത് അവരുടെ ഒരു കെണിയിൽപ്പെട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും അനാസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം തുടരെ ഉണ്ടാകത്തില്ലല്ലോ. ഇത് ഒരു ഇതാണ്. അതുപോലെ തന്നെ എന്തോ ബഹുമാനപ്പെട്ട വനമന്ത്രി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കേട്ടു എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യം എന്താണ്? ഒരു പാവപ്പെട്ട 15 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്? സർക്കാർ ഇതിനെ വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണുന്നു. സംസ്ഥാന സർക്കാരാണ് 15-കാരൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പ്രതികരിച്ചു. നിരുത്തരവാദപരമായ പ്രതികരണമാണ് വനമന്ത്രി AK ശശീന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പേരാ നിലമ്പൂര്. എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് അറുതി വരുത്താനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒരു ഗവൺമെൻറ് ആലോചിക്കുന്നതിന് പകരം ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. നിലമ്പൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, അവരുടെ അലംഭാവമാണ് ഇക്കാര്യത്തിലുണ്ടായത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും വനമന്ത്രിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അരുൺ. വിനോദ്, പ്രധാനമായിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അലംഭാവം തന്നെയാണ് യുവാവിൻ്റെ 15-കാരൻ്റെ ജീവൻ പൊലിയുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ള ആരോപണമാണ് NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് ഇന്ന് ഈ 15-കാരനായ അനന്തുവിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത്. കാരണം ഈ പ്രദേശത്ത് ഇത് ആദ്യ സംഭവമല്ല. വെള്ളക്കട്ട സമീപത്ത് തന്നെ 3 മാസം മുൻപ് സമാന രീതിയിൽ ഒരു കർഷകൻ പന്നിക്ക് വെച്ച കെടിയിൽ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായിട്ട് വൈദ്യുതി വലിച്ച് ഈ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന സംഭവങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നു. ഈ പ്രദേശത്ത് തന്നെ നാട്ടുകാർ നേരത്തെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയതാണ്. ഇങ്ങനെ ഷോക്ക് വയ്ക്കുന്നു എന്നത് സംബന്ധിച്ച് പരാതിയൊക്കെ നൽകിയതാണ്. എന്നിട്ടും അതിൽ കൃത്യമായ നടപടി ഇല്ലാത്തതാണ് ഈ 15-കാരൻ അനന്തുവിൻ്റെ ജീവൻ പൊലിയുന്നതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഈ പ്രദേശത്ത് തുടർക്കഥയാണെന്നിരിക്കെ അതിലും കൃത്യമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ഇവിടം സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത് ഈ സംഭവത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയൊരു പ്രതികരണം, അതായത് വനം മന്ത്രിയായ AK ശശീന്ദ്രൻ നടത്തിയ പ്രതികരണം, അത് തീർത്തും നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ മന്ത്രി മാപ്പ് പറയണം എന്നുൾപ്പെടെയാണ് അദ്ദേഹം ഈ അനന്തുവിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പ്രതികരിച്ചത്. ഒപ്പം തന്നെ സ്വരാജും ഇവിടേക്ക് എത്തുകയുണ്ടായി. സ്വരാജ് പറഞ്ഞത് ഇതിൽ UDF രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് സ്വരാജ് ഉന്നയിച്ചത്. ഇവർക്കൊക്കെ ഒപ്പം MV ഗോവിന്ദൻ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഈ വീട് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഈ അനന്തുവിൻ്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തി, ആ വ്യക്തി ഒരു UDF പ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ട് വലിയ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ ഈ ആര്യാടൻ ഷൗക്കത്തുമായിട്ട് ഈ വൈസ് പ്രസിഡന്റിനും ബന്ധമുണ്ട്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുകയുണ്ടായി. അതിനുശേഷം A വിജയരാഘവനെ തടയുന്ന പോലുള്ള നടപടികളുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ? അതായത് ഈ അനന്തുവിൻ്റെ മരണം ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിന് പിന്നിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ ബോധപൂർവ്വം സൃഷ്ടിച്ചതാണോ ഈ ഒരു സംഭവം എന്നുള്ള തരത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്. മരിച്ച അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർക്കും പങ്കുണ്ട് എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിൽ LDFൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വരുന്നത്.